ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ദേ നമ്മൾ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് ഭാഗമില്ലേ, അത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലിട്ട് തന്നെ വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് കട്ടിയുള്ളൊരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താലും മതി. പക്ഷേ ഞാനിത് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ ഇടുന്നുണ്ട്. ഒരു വിസിലിൽ നമുക്കൊന്ന് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടച്ചിട്ടിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് സൂപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് അത്യാവശ്യത്തിനുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെള്ളമില്ലേ, അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെന്ത് വന്നിട്ടുള്ള ആ ഒരു ചിക്കനൊക്കെ എടുത്ത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിനകത്തേക്ക് നമുക്കിതെല്ലാം എടുത്തൊന്ന് മാറ്റി വയ്ക്കണം. നമുക്കിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനകത്തുനിന്ന് നമ്മുടെ ഈ ഫ്ലഷ് ഭാഗമില്ലേ, ഈ മുള്ളിനകത്തുനിന്ന് ഈ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ആ ഫ്ലഷ് ഭാഗമൊക്കെ നമുക്കൊന്ന് പിച്ച് ഇതുപോലെ മാറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പീസാക്കിയിട്ട് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇത് കട്ടിയുള്ളൊരു പാൻ വെക്കണം. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലാണ് ഇതിന് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒട്ടും ആരും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഒരു കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് 1.5 മീഡിയം സൈസ് ക്യാരറ്റ് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കണം. എത്രത്തോളം പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിയാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് 2-3-4 തണ്ട് സ്പ്രിംഗ് ഓണിയനും കൂടി അതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ കിടന്ന്, അതായത് നമ്മുടെ ഓയിലിൽ കിടന്ന് നല്ലതുപോലെ വാടി എന്താ പറയുക, ഒരു കുഴഞ്ഞു വരുന്ന ഒരു രൂപത്തിലേക്ക് ആകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്തോളാം. സൂപ്പിൽ അധികം നമ്മൾ ഉപ്പൊന്നും ഉപയോഗിക്കാറില്ല, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ ആണ്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മുടെ ആ ഒരു ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളമില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവി, അതായത് ആ സത്ത്, ആ വെള്ളം തിളപ്പിച്ച് വേവിച്ചിട്ടുള്ള ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പും കറക്റ്റ് പാകമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി, സോറി. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒരു കുറുകി വരുന്ന പാകത്തിനാകും. ആ സമയം നമ്മൾ ഇതിനകത്തേക്ക് 2 മുട്ട, അപ്പോൾ മുട്ടയുടെ വൈറ്റ് ഭാഗമാണ് മിക്കവാറും എല്ലാവരും ചേർക്കാറുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു എഗ്ഗ് ഭാഗം, ആ യെല്ലോ ഭാഗം കളയേണ്ടതെന്ന് ഓർത്തിട്ട് 2ഉം കൂടി മിക്സ് ചെയ്ത് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന നമ്മുടെ സൂപ്പിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഒരു നന്നായിട്ടിങ്ങനെ കലങ്ങി ഇതുപോലെ വരും. അപ്പോൾ ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഇത്തിരി കട്ടിയിൽ ഇങ്ങനെ മാല പോലെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കലങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാല പരുവത്തിൽ കിട്ടും. അതിനുശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ചിക്കൻ പീസസ്, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പൊടിയായിട്ട് നമ്മുടെ മല്ലിയില, ഒരു 3-4 തണ്ട് മല്ലിയില നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സൂപ്പ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ സൂപ്പിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, സോസ് പോലെ എന്തെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതായത് ഒന്ന് ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം.
എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക കേട്ടോ. അതും കുറച്ച് കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സൂപ്പ് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. അതുവരെ താങ്ക്